മാള ഹോളി ഗ്രേസിൽ അഖില കേരള ഇന്റർ കോളേജിയേറ്റ് പുരുഷ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഒന്നാമത് തോമസ് പൗലീന അരിമ്പൂർ മെമ്മോറിയൽ അഖില കേരള ഇന്റർ കോളേജിയേറ്റ് പുരുഷ വോളിബോൾ ടൂർണമെന്റിന് മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസിൽ തുടക്കമായി. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ കിഷോർ കുമാർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണ കോളേജുകളിലൊക്കെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിനേക്കാൾ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളത്, എനിക്ക് തോന്നുന്നു ഈ അടുത്ത വർഷങ്ങളിലാണ് ഇവിടെ വോളിബോൾ ടീം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനവിടെ ഒരു 15 മിനിറ്റ് മുമ്പ് വന്ന് അവിടെ ഓഫീസിൽ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഈ ബോർഡംഗങ്ങളെല്ലാം തന്നെ വളരെ ആവേശപൂർവ്വം വോളിബോളിനെ കുറിച്ച് സംസാരിക്കുകയും കളികളെ കുറിച്ചൊക്കെ പറയുകയും ചെയ്യും. നമ്മുടെ കോളേജുകളെല്ലാം തന്നെ കളികളൊക്കെ നിർത്തിക്കൊണ്ട് ഈ ഗ്രൗണ്ടുകളിലൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വോളിബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കി ഇവിടെ ഒരു കളിയും നടത്തി ഏറ്റവും കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കോച്ചിനെയും വെച്ചുകൊണ്ട് ഇവിടെ ഒരു ടൂർണമെന്റ്, കേരളത്തിൽ എല്ലാ തരത്തിലുള്ള ടൂർണമെന്റ് നടത്തിയ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. വളരെ നല്ല ഉദ്ദേശമായിരിക്കും. കാരണം കായിക മേഖലയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാതാപിതാക്കളും പൊതുജനങ്ങളും സമൂഹവും എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ കളിയെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രത്യേകിച്ച് വോളിബോളിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പോകുന്നുള്ളത് വലിയൊരു മാറ്റമാണ്. നിങ്ങളുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് അങ്കമാലി, മഞ്ഞപ്ര തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ വോളിബോളിന് ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. വിദ്യാർത്ഥികളിലെ ലഹരിയോടുള്ള ആസക്തിയും മറ്റു സാമൂഹിക ദുർഗുണ പ്രവണതകളും ഒരു പരിധിവരെ അകറ്റാനും അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യപരമായ മത്സരബുദ്ധി വളർത്താനും കൂടി ഇത്തരം മത്സരങ്ങൾ ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറിയ കുട്ടിക്കാലം ചെറുപ്പക്കാരായ കുട്ടികളെല്ലാം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെടുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ലഹരി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ലഹരി ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും മോഡേൺ ആയിട്ട് ലഹരികളല്ല, അല്ലാത്ത പല ലഹരികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയോ നമുക്ക് തോന്നാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകളിലേക്ക് ലഹരിയായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കളികൾ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ അധ്യാപകരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, നിങ്ങൾ ആലോചിച്ച ഒരു കുട്ടിക്ക് എത്ര നേരം പഠിക്കാൻ പറ്റും? പല പല കഴിവുകളാണ് കുട്ടികളുടെ. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ സമൂഹം തയ്യാറാവുന്നതായി. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ പാരന്റ്സ് തീരുമാനിക്കുകയാണ്, ഇവനെ എനിക്ക് കളക്ടർ ആക്കണം, ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ ഏതാണ്ട് എഞ്ചിനീയർ ആക്കണം. ഇങ്ങനെ 3-4 ആൾക്കാരെ മനുഷ്യ വിഭാഗത്തിലുള്ളൂ. നല്ല മനുഷ്യന്മാരാക്കണമെന്നും ഒരു ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇവിടെ ഇല്ല എന്നുള്ളൂ. ഒരു കൂട്ടായ്മയുമില്ല, ഒരു സഹകരണവുമില്ല, ഒരു സൗഹൃദവുമില്ല, ഒരു സ്നേഹവുമില്ല. പന്ത് കളിക്കാത്ത നിങ്ങൾ പോയി കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളെല്ലാം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുകയും നന്നായിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഏറ്റവും നന്നായി മാർക്ക് കിട്ടുകയും ചെയ്യുന്ന അധ്യാപകരെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് വെച്ചാൽ പോലും അതിന്റെ ബാക്കിൽ 2 പേര് പല്ലിച്ച് കാണിക്കും, കൊഞ്ഞനെ കുത്തി കാണിക്കും. എന്താണ് ശാപം പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ട്യൂഷൻ കൊടുത്തിട്ടാണ് പാസ്സായത്. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ, ആർട്സ് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയക്കൽ, ഫിനാൻസ് ഡയറക്ടർ ജോസ് CV എന്നിവർ സംസാരിച്ചു. MBA കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി സ്വാഗതവും ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. വോളിബോൾ കോച്ച് സഞ്ജയ് ബലിക നേതൃത്വം നൽകി. ദേവഗിരി കോളേജ് കോഴിക്കോട്, ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, ഡിപോൾ കോളേജ് അങ്കമാലി, സെന്റ് ജോർജ് കോളേജ് അരുവിത്തറ, ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര, ഹോളി ഗ്രേസ് ആർട്സ് കോളേജ് മാള എന്നീ ടീമുകളാണ് ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. തോമസ് പൗളിന അരിമ്പൂർ സ്മാരക ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നത് ഹോളി ഗ്രേസ് ഡയറക്ടർ റോബിൻസൺ അരിമ്പൂരും റണ്ണറപ്പ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് ഹോളി ഗ്രേസ് ഡയറക്ടർ ജോസ് ഇലഞ്ഞിപ്പള്ളിയുമാണ്. രാവിലെയും വൈകുന്നേരവുമായി നടക്കുന്ന മത്സരങ്ങൾ കാണുന്നതിന് പ്രവേശനം സൗജന്യമാണ്. Mr. College number 4 Sabino. Secretary Fidul Babu.